പ്രൊഫസർ ഫാദർ എബ്രഹാം വെള്ളാന്തളത്തിൽ നിന്ന് ആദരാഞ്ജലികൾ നേരുന്നു. മേലുകാവ് ഹെൻറി ബേക്കർ കോളേജ് റിട്ടയർഡ് വൈസ് പ്രിൻസിപ്പൽ വെണ്ണല എംപ്രസ് ഗാർഡനിൽ ഫാദർ എബ്രഹാം വെള്ളാന്തളത്തിൽ 88 വയസ്സ് നിര്യാതനായി. അന്ത്യ ശുശ്രൂഷകൾ 29/5/2025 10:30 വീട്ടിലാരംഭിച്ച് ചിറ്റേത്തുകര CSI അസൻഷ്യൽ പള്ളിയിൽ 12:30 സംസ്കരിച്ചു. ബാംഗ്ലൂരു ഐക്യവൈദിക കലാലയത്തിൽ വൈദിക പഠനത്തിന് ശേഷം CSI സഭയിൽ പൗരോഹിത്യ ശുശ്രൂഷയിൽ പ്രവേശിച്ചു. ഉഴവൂർ സെന്റ് സ്റ്റീവൻസ് കോളേജിൽ പ്രൊഫസറായിരുന്ന അദ്ദേഹം ഹെൻറി ബേക്കർ കോളേജ് വൈസ് പ്രിൻസിപ്പലായും ഇംഗ്ലീഷ് വിഭാഗം മേധാവിയായും പ്രവർത്തിച്ചു. മേലുകാവ് ഹെൻറി ബേക്കർ കോളേജിലെ ആദ്യകാല വൈസ് പ്രിൻസിപ്പളായിരുന്ന ഫാദർ എബ്രഹാം വെള്ളാന്തളത്തിൽ അച്ഛൻ്റെ ശവസംസ്കാര ശുശ്രൂഷയിൽ ഹെൻറി ബേക്കർ കോളേജിലെ പൂർവ്വ അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും പങ്കെടുക്കുകയും അനുശോചനം അറിയിക്കുകയും ചെയ്തു. എബ്രഹാം വെള്ളാന്തളത്തിൽ അച്ഛൻ ദീർഘകാലം പ്രിൻസിപ്പലായി സേവനം ചെയ്ത ഹെൻറി ബേക്കർ കോളേജിൽ നിന്ന് 40ഓളം ആളുകൾ അവര് പങ്കെടുക്കുന്നുണ്ട്. അവിടുത്തെ മുൻ പ്രിൻസിപ്പലായിരുന്ന ഡോക്ടർ എബ്രഹാം ദാനിയൽ സാറ് അനുശോചനം അറിയിക്കുകയും ഹെൻറി ബേക്കർ കോളേജിന്റെ റീത്ത് അവര് സമർപ്പിക്കുകയും ചെയ്യുന്നതായിരിക്കും. ഒന്നുമേ ലൈകയിൽ നിന്നെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു, നിത്യമായി സ്നേഹിച്ച് നിന്റെ പുത്രനെ തന്നു രക്ഷിച്ചു നീ. ആദരണീയനായ തോമസ് സാമുവൽ തിരുമേനി, ഇവിടെ കടന്നു വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന KG ഡാനിയൽ തിരുമേനി, ദുഃഖാർത്തരായ കുടുംബാംഗങ്ങളെ, ഈ സഭയുടെ വികാരിയായിട്ടുള്ള ബഹുമാനപ്പെട്ട അച്ഛൻ, മറ്റു വൈദിക ശ്രേഷ്ഠരെ, കുടുംബാംഗങ്ങളെ, വിവിധ ചുമതലകളിൽ അച്ഛന്റെ നേതൃത്വം ഉണ്ടായിരുന്നിടത്തു നിന്ന് കടന്നു വന്നിട്ടുള്ള പ്രിയ സഭാ ജനങ്ങളെ, ബഹുമാനപ്പെട്ട എബ്രഹാം വെള്ളാന്തളത്തിൽ അച്ഛന്റെ ശുശ്രൂഷയുടെ ഏറ്റവും പ്രധാന കാലഘട്ടം ഹെൻറി ബേക്കർ കോളേജിലായിരുന്നു എന്ന് നമുക്കേവർക്കും അറിയാവുന്നതാണ്. അച്ഛന്റെ പ്രവർത്തന കാലഘട്ടവും ജീവിത കാലഘട്ടത്തിലും കുടുംബത്തിൽ വടവാതൂരായിരുന്നപ്പോൾ പോകുവാൻ ഒക്കെ ആദ്യ കാലഘട്ടങ്ങളിൽ സാധിച്ചു. എന്നാൽ പിന്നീട് അച്ഛന് കൊച്ചിയിലേക്ക് മാറുകയൊക്കെ ഉണ്ടായി, കുടുംബ സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ. എന്നാൽ അച്ഛന്റെ ശുശ്രൂഷകളെ വളരെ നന്ദിയോടെ ഓർക്കുന്ന ഒരു സന്ദർഭമായിട്ട് ഞാനിതിനെ കാണുന്നു. ഏതൊരു മനുഷ്യന്റെയും ജീവിതത്തിൽ നമ്മുടെ അനുവാദത്തോടെയോ നമ്മൾ ആഗ്രഹിച്ചിട്ടോ അല്ലാതെ സംഭവിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് മനുഷ്യ ജീവിതത്തെ അർത്ഥവത്താക്കുന്നത്. ഒന്ന് ജനനം, മറ്റൊന്ന് മരണം. എന്നാൽ ആ ജീവിതത്തെ അർത്ഥവത്താക്കുന്നത് ഈ ജനനത്തിനും മരണത്തിനും ഇടയ്ക്ക് ഈശ്വരൻ നമ്മെ ഏൽപ്പിച്ച ആ ഒരു ദൗത്യത്തിൽ എത്രത്തോളം നമ്മൾ സമർപ്പിതരായിരുന്നു എന്നതിനെ ആശ്രയിച്ചാണ്. അവിടെയാണ് നമ്മുടെ തിരുവചനത്തിൽ കാണുന്ന പോലെ ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു എന്ന വചനം നമ്മൾ കാണുന്നത്. ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിലെ
അർത്ഥവത്തായ പോരാട്ടങ്ങളുടെ കാലഘട്ടമാണ് ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള കാലഘട്ടം. ബഹുമാനപ്പെട്ട വെള്ളാന്തടച്ചിൽ അച്ഛനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോളേജിന്റെ ഏതാണ്ട് പ്രാരംഭ കാലഘട്ടം മുതൽ തന്നെ അച്ഛന് കോളേജിൽ അധ്യാപകനായിട്ട്, അതുപോലെ തന്നെ അന്ന് മധ്യകേരള മഹാടവയിലാണ് അച്ഛൻ്റെ ആ ഒരു പ്രവർത്തന കാലഘട്ടമായിരുന്ന ആ ഘട്ടത്തിലാണ് കോളേജ് ആരംഭിക്കുന്നത്. മധ്യകേരള മഹാടവയുടെ നിയന്ത്രണത്തിൽ ആദ്യഘട്ടത്തിലും പിന്നീട് 83 ഈസ്റ്റ് കേരള മഹാടവ രൂപീകരിച്ചപ്പോൾ ഈസ്റ്റ് കേരള മഹാടവയിലും കോളേജിൽ പ്രവർത്തിച്ചതോടൊപ്പം തന്നെ വൈദിക ശുശ്രൂഷയിലെ അച്ഛൻ്റെ നേതൃത്വവും സാന്നിധ്യവും വളരെ നിറഞ്ഞു നിൽക്കുന്നതായിരുന്നു. പ്രത്യേകിച്ച് മൈക്കിൾ ഡോൺ തിരുമേനി ബിഷപ്പായിരുന്ന കാലഘട്ടത്തിൽ മഹാടവയുടെ പല പ്രവർത്തനങ്ങളിലും മുന്നിൽ നിന്ന് നയിക്കുവാൻ അച്ഛനുണ്ടായിരുന്നു. കോളേജിൽ അധ്യാപകനായിട്ട് ശുശ്രൂഷ ആരംഭിച്ച അച്ഛൻ കോളേജിലെ കുറച്ച് വർഷക്കാലം അവിടെ പ്രിൻസിപ്പലായിട്ടുള്ള ശുശ്രൂഷയും സേവനമനുഷ്ഠിച്ചു. ഈ കാലഘട്ടങ്ങളിൽ അത്രയും അച്ഛൻ്റെതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച ശുശ്രൂഷകളായിരുന്നു അവിടെയൊക്കെ ഉണ്ടായിരുന്നത്. പോരാട്ടങ്ങളുടെ മധ്യത്തിൽ ആ പോരാട്ടം ദൈവനാമത്തിനു വേണ്ടി, സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി വിദ്യാർത്ഥികളും അധ്യാപകരും അടങ്ങുന്ന ആ ഒരു കുടുംബത്തിന്റെ നല്ലൊരു വൈദിക നേതൃത്വം ഞങ്ങൾക്ക് ലഭിച്ചിരുന്നു. അച്ഛൻ്റെ ഓരോ ദിവസവും കാണുമ്പോൾ സന്തോഷത്തോടെ എന്നെ നമ്മുടെ വ്യക്തിപരമായ ഒരു ഓമന പേരുകൾ വിളിച്ച് അവറാച്ച എന്നും അതുപോലെ നമ്മുടെ അവിടെയുള്ള ഓരോ അധ്യാപകരോടും അനാധ്യാപകരോടും ഒരു പ്രത്യേകമായ വേർതിരിവുകളില്ലാതെ എല്ലാവരെയും ഒന്നിച്ചു കാണുവാന്, ഒന്നിച്ച് ആ കൂട്ടായ്മയെ നിലനിർത്തുവാന് അച്ഛൻ്റെ സേവനവും നേതൃത്വവും വളരെ നല്ല ഒരു നേതൃത്വമായിരുന്നു. ഞങ്ങളുടെ ബാച്ചിലേഴ്സായിട്ട് അവിടെ കടന്നു ചെല്ലുമ്പോൾ ഞങ്ങൾക്കൊക്കെ നല്ലൊരു ജ്യേഷ്ഠ സഹോദരന്റെ സ്നേഹവും കരുതലും ഒക്കെ തന്നെ ലഭിച്ച കാലഘട്ടമായിരുന്നു. തീർച്ചയായിട്ടും ദൈവത്തിന്റെ ആ ഒരു ഇഷ്ടം പോലെ അദ്ദേഹത്തിന്റെ ആ ശുശ്രൂഷ കാലഘട്ടം കോളേജിൽ നിന്ന് പിരിഞ്ഞതിന് ശേഷവും വടവാതൂര് സഭയിലെ വൈദികനായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് മാസത്തിലെ എല്ലാ ഞായറാഴ്ചകളിലും ഒരു ഞായറാഴ്ച അച്ഛനായിരുന്നു അവിടെ വചന ശുശ്രൂഷ നിർവഹിക്കുന്നത്. സഭയുടെ നേതൃത്വത്തിൽ വളരെ നല്ല പങ്കുവഹിച്ച അച്ഛനെ ദൈവം വിളിച്ച സമയത്ത് പോരാട്ടം മതിയാക്കൂ, തിരിച്ചു വരുമെന്ന് ദൈവം ആജ്ഞാപിച്ചപ്പോൾ അച്ഛന് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. അച്ഛൻ്റെ വേർപാട് തീർച്ചയായിട്ടും ഏതൊരു വ്യക്തിയുടെയും വേർപാട് കുടുംബാംഗങ്ങളെ താനായിരിക്കുന്ന സമൂഹത്തിന് നഷ്ടബോധം ഉണ്ടാകും. എന്നാൽ ഇവയൊന്നും നഷ്ടമല്ല എന്ന് നമ്മൾ ഓർക്കുന്നത് ആ ശുശ്രൂഷയുടെ മഹത്വവും, അതുപോലെ തന്നെ ആ ശുശ്രൂഷയിലൂടെ അനുഗ്രഹിക്കപ്പെട്ടവരും ആ ശുശ്രൂഷയുടെ നന്മകൾക്ക് പങ്കുപറ്റുവാൻ സാധിച്ചവരുമായ ഒട്ടേറെ പേര് ചുറ്റുപാടുണ്ട് എന്ന് അറിയുമ്പോഴാണ്. തീർച്ചയായിട്ടും അച്ഛൻ്റെ കൊച്ചമ്മയെയും കുടുംബാംഗങ്ങളെയും കുഞ്ഞുങ്ങളെയും അതുപോലെ തന്നെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുന്നു. തീർച്ചയായിട്ടും ദൈവത്തിന്റെ ആ ഒരു കിരീടം അണിയിക്കുന്ന ആ സന്ദർഭത്തിൽ പോരാട്ടം തികച്ചു വിശ്വാസം കാത്തു ഇനി നീതിയുടെ കിരീടത്തിനായിട്ട് ദൈവം വിളിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടെ അച്ഛനെ കുടുംബാംഗങ്ങളുടെ സന്തോഷത്തോടെ എന്ന് പറയാൻ സാധിക്കത്തില്ലെങ്കിലും ആത്മസംതൃപ്തിയോടെ അച്ഛനെ യാത്ര അയക്കാം. അതിന് ഈശ്വരന്റെ എല്ലാ അനുഗ്രഹങ്ങളും ദൈവത്തിന്റെ കരുതലും കാവലും ഈ കുടുംബത്തോടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്രകാരം എനിക്കൊരവസരം നൽകിയ ഈ സഭയുടെ ശുശ്രൂഷകരോട് അച്ഛനോടുമൊക്കെയുള്ള നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ കുടുംബത്തിന്റെ വേദനയിൽ ഞങ്ങളും ഈ കുടുംബത്തിന്റെ വേദനയിൽ ദുഃഖാർത്തരായ കുടുംബത്തോടൊപ്പം ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഞങ്ങളുടെ ഹെൻറി ബേക്കർ കോളേജിന്റെ ഒരു കുടുംബം എന്ന നിലയിൽ തന്നെ കോളേജിൽ നിന്ന് വന്നിട്ടുള്ള അധ്യാപകർ അനധ്യാപകർ എല്ലാവരും തന്നെ ഇപ്പോൾ ദയവായിട്ട് മുന്നോട്ട് വന്ന് ഈ പുഷ്പചക്രം സമർപ്പിക്കുന്നതിനായിട്ട് കോളേജിന്റെ അധ്യാപകർ റോയ് സാറുണ്ട്, സാങ്കുട്ടി സാറുണ്ട്, ജിസമി ടീച്ചർ, മോൾ ടീച്ചർ, ശാലമ ടീച്ചർ, അങ്ങനെ എല്ലാവരും തന്നെ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും, അതുപോലെ പി ഡി ജോസഫ് അച്ഛന് നമ്മുടെ സഭയുടെ ആദ്യകാല പ്രവർത്തകൻ എന്ന ഈസ്റ്റ് കേരള മഹാടവയിലും ഉണ്ടായിരുന്ന അച്ഛനും കടന്നു വന്നിട്ട് എല്ലാവരും ദയവായിട്ട് മുന്നോട്ട് കോളേജുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളും മുന്നോട്ട് കടന്നു വന്ന് ഈ പുഷ്പചക്രം സമർപ്പിക്കുന്നതിൽ പങ്കാളികളാണെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. നാശമില്ലാത്തവകാശവും യേശുവേ
ഭാഗ്യസാന്നിധിയും നീതിയിൽ വാടമൂടിയതും നിന്മക്കൾക്കും സ്വർഗേ ഹെൻറി ബേക്കർ കോളേജ് ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് സിബി മാത്യു പ്ലാത്തോട്ടം റീത്ത് സമർപ്പിക്കുന്നു.